നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. JEE അഡ്വാൻസ്ഡ് 2026 മെയ് 17 രാവിലെ 9 മുതൽ 12 മണി വരെ പേപ്പർ 1ഉം 2:30 മുതൽ 5:30 വരെ പേപ്പർ 2ഉം. ഈ അധ്യയന വർഷം 2026-27 അധ്യയന വർഷത്തിൽ രാജ്യത്തെ 21 IITകളിലെ ബിടെക് പ്രോഗ്രാമുകൾക്ക് 17,000-ഓളം ബിടെക് സീറ്റുകളുടെ പ്രവേശനം തീരുമാനിക്കുന്ന JEE അഡ്വാൻസ്ഡ് എക്സാമാണ് മെയ് 17. JEE മെയിൻ എഴുതിയ 15 ലക്ഷം വിദ്യാർത്ഥികളിൽ നിന്നും കട്ട് ഓഫ് മാർക്ക് അനുസരിച്ച് 2.5 ലക്ഷം വിദ്യാർത്ഥികളാണ് JEE അഡ്വാൻസ്ഡ് എഴുതാൻ യോഗ്യത നേടിയിരിക്കുന്നത്. ജീവിതത്തിൽ 2 പ്രാവശ്യം മാത്രമേ JEE അഡ്വാൻസ്ഡ് എഴുതാൻ സാധിക്കുകയുള്ളൂ, +2-നൊപ്പവും +2-ന് ശേഷം തൊട്ടടുത്ത വർഷവും. രാജ്യത്തെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ മറുവാക്കുകളില്ലാത്ത IIT മുംബൈ, മദ്രാസ്, ഡൽഹി പോലെയുള്ള ഏറ്റവും പ്രീമിയം അല്ലെങ്കിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ബിടെക് പഠനത്തിനുള്ളതാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അടങ്ങിയ പേപ്പർ 1ഉം പേപ്പർ 2ഉം. സെപ്പറേറ്റ് കട്ട് ഓഫ് മാർക്ക് അനുസരിച്ച് ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് കട്ട് ഓഫ് മാർക്ക് അനുസരിച്ചൊക്കെയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എല്ലാ സബ്ജക്റ്റുകൾക്കും ആ കട്ട് ഓഫ് മാർക്കിന് മുകളിൽ മാർക്കുണ്ടെങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുകയുള്ളൂ. ജോസ സീറ്റ് അലോക്കേഷൻ വഴി ജൂൺ മാസത്തിലാണ് സീറ്റ് അലോക്കേഷൻ. അഡ്മിറ്റ് കാർഡുകൾ JEE.adv.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. മെയ് 17 രാവിലെ 7 മണി മുതൽ അഡ്മിറ്റ് കാർഡുമായിട്ട് വിദ്യാർത്ഥികൾക്ക് എക്സാം സെൻറ്ററിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. എക്സാം തുടങ്ങുന്ന 9 മണി അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള 2:30-ക്ക് ശേഷം ഒരു കാരണവശാലും വിദ്യാർത്ഥികളെ എക്സാം സെൻറ്ററിൽ പ്രവേശിപ്പിക്കുകയില്ല. പേപ്പർ 1 എക്സാം 9 മുതൽ 12 മണി വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തികച്ചും ഫ്രീ ആണ്. കുട്ടികൾക്ക് വെളിയിൽ വരാം, ആഹാരം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വീണ്ടും പേപ്പർ 1ൻ്റെ അതേ ഫ്രിസ്കിങ്ങും അതേ ഡീറ്റെയിൽ എല്ലാം ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് 2:30-ന് വീണ്ടും എക്സാം പേപ്പർ 2 ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും 2 സെപ്പറേറ്റ് എക്സാമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് വെരിഫിക്കേഷനും ഫ്രിസ്കിങ്ങും എല്ലാം 2 പ്രാവശ്യവും സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. എത്രയും നേരത്തെ തന്നെ എക്സാമിനായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. JEE അഡ്വാൻസ്ഡിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതിനകത്ത് എക്സാം സെൻറ്ററിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്രസ്സുണ്ട്, ബാർകോഡുണ്ട്, അതുപോലെ QR കോഡുണ്ട്. ഇതെല്ലാം നിർബന്ധമായിട്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡിലുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. എക്സാം സെൻറ്ററിൻ്റെ അഡ്രസ്സ് അനുസരിച്ച് എക്സാം സെൻറ്ററിൻ്റെ ലൊക്കേഷൻ നേരത്തെ തന്നെ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നുള്ളത് JEE അഡ്വാൻസ്ഡ് ഇത്തവണ IIT കാൺപൂറാണ് എക്സാം നടത്തുന്നത്, അവർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ്, ആധാർ, നമ്മുടെ +2ൻ്റെ ഹോൾ ടിക്കറ്റ്, അതല്ലെങ്കിൽ പാൻ കാർഡ്, പാസ്പോർട്ട്, അതുപോലെയുള്ള ഏതെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആധാർ കാർഡ്, സ്കൂൾ ID, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, പാൻ കാർഡ്, ഇതിലേതെങ്കിലും ഒരു ഒറിജിനൽ വാലിഡ് ID പ്രൂഫും അഡ്മിറ്റ് കാർഡുമായിട്ടാണ് നമ്മൾ എക്സാം സെൻറ്ററിൽ പ്രവേശിക്കേണ്ടത്. റഫർക്ക് ചെയ്യാൻ, ഇതൊരു ഓൺലൈൻ എൻട്രൻസ് എക്സാം ആണല്ലോ, അപ്പോൾ റഫർക്ക് ചെയ്യാൻ ആവശ്യമുള്ള സ്ക്രിബിൾ പാഡ് നമുക്ക് എക്സാം സെൻറ്ററിൽ നിന്നും തരും. അതുകൊണ്ട് റഫർക്ക് ചെയ്യാനായിട്ടുള്ള പേപ്പർ നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടില്ല. എന്നാൽ പേനയോ എന്താണോ നിങ്ങൾക്ക് കംഫർട്ട്, പേനയോ പെൻസിലോ ഇറേസറോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കയ്യിൽ കരുതണം. അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലും നിങ്ങൾക്ക് എക്സാം സെൻറ്ററിൽ അലോ ചെയ്യും. അപ്പോൾ അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ ഒറിജിനൽ വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ്, പേന അല്ലെങ്കിൽ പെൻസിൽ, ഒപ്പം ഒരു വാട്ടർ ബോട്ടിൽ, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, ഇത്രയുമാണ് എക്സാം സെൻറ്ററിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. JEE മെയിൻ എഴുതിയ വിദ്യാർത്ഥികളാണല്ലോ നിങ്ങൾ, ഏതാണ്ട് അതേ പാറ്റേണിൽ തന്നെയാണല്ലോ JEE അഡ്വാൻസ്ഡിൻ്റെയും എക്സാമിൻ്റെ ലോഗിനൊക്കെ നടക്കുന്നത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച്, ഡേറ്റ് ഓഫ് ബർത്താണ് പാസ്വേഡ്, അതുപയോഗിച്ചാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ എക്സാം സെൻറ്ററിൽ അലോ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട്. നമുക്ക് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മെറ്റാലിക് ആയിട്ടുള്ള യാതൊരു ഉപകരണങ്ങളോ, നമ്മുടെ ആഭരണങ്ങളോ വാച്ചോ ഒന്നും എക്സാം സെൻറ്ററിൽ അലോ ചെയ്യുകയില്ല. എന്നാൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഫ്രിസ്കിങ്ങിന്, ചെക്കിങ്ങിന് ആവശ്യമുള്ള സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് അലോ ചെയ്യുകയും ചെയ്യും. അതുപോലെ സാധാരണ ചപ്പൽസാണ് അലോ ചെയ്യുന്നത്, ഓപ്പൺ ആയിട്ടുള്ളതും ചപ്പൽസ് മാത്രമേ അലോ ചെയ്യുള്ളൂ, ഷൂ പോലെയുള്ളത് അനുവദിക്കുകയില്ല. അപ്പോൾ ഡ്രസ് കോഡിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വേണമെങ്കിൽ ധരിക്കാം, അതിന് ആവശ്യമുള്ള ചെക്കിംഗ് ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ലൈറ്റായിട്ടുള്ള ക്ലോത്തുകൾ മാത്രമാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മെറ്റലായിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് റഫർക്ക് ചെയ്യാനുള്ള സ്ക്രിബിൾ പാഡ് നമുക്ക് തരും. അതിനകത്ത് നമ്മൾ റോൾ നമ്പർ ചെയ്യണം, റോൾ നമ്പർ എഴുതുകയും
അതിനുശേഷം നമുക്ക് ആ എക്സാമിന് ശേഷം ആ സ്ക്രിബിൾ പാഡ് തിരിച്ചവിടെ കൊടുത്തിട്ട് പോരാൻ മാത്രമേ തരികയുള്ളൂ. ഒരു കാരണവശാലും അഡീഷണൽ ആയിട്ടുള്ള സ്ക്രിബിൾ പാഡ് അനുവദിക്കുകയുമില്ല. പേപ്പർ 1നും പേപ്പർ 2നും സെപ്പറേറ്റ് സ്ക്രിബിൾ പാഡ് റഫ് വർക്ക് ചെയ്യാനായിട്ട് അലോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ JEE അഡ്വാൻസ്ഡിൻ്റെ പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും സബ്ജക്റ്റ് വൈസ് കട്ട് ഓഫ് ഒക്കെ അനുസരിച്ച് JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് ജൂൺ 2 പ്രസിദ്ധീകരിക്കുകയും അതുപോലെ തന്നെ ജോസ സീറ്റ് അലോക്കേഷൻ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച IITകൾ, അവിടുത്തെ BTech പ്രോഗ്രാമുകൾക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് NITകളും IIITകളും ഒക്കെ നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ കൊടുക്കുകയും 6 റൗണ്ട് ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ട ഏറ്റവും പ്രീമിയം ക്യാമ്പസുകളിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പം JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ബ്രില്യൻ ടീമിൻ്റെ വിജയാശംസകൾ. വീണ്ടും കാണാം. Brilliant Study Center, India's #1 coaching center for NEET and